ഇപ്പൊ ഞാൻ വന്നില്ലായിരുന്നല്ലോ സാവിത്രി. ദൈവം കൊണ്ട് എത്തിച്ചതാ. സാവിത്രി, ഇതെന്താ ഇവിടെ? ഇതൊരു ഗസ്റ്റ് ഹൗസാ. നമുക്ക് മഴ കഴിഞ്ഞിട്ട് വീട്ടിലോട്ട് പോവാം. അങ്ങോട്ടുള്ള വഴിയും വളരെ മോശമാണ്. തന്നെയുമല്ല, ആ സമയത്ത് നിന്നെ കൊണ്ടുപോകുന്നത് ശരിയല്ല. വാ, ഇറങ്ങ. ഉത്സവം കലങ്ങിയത് സാറിന് കോളായി. അടിച്ചോണ്ട് വന്നല്ലോ ഒന്നിനെ. സാറേ, കഴിഞ്ഞ പ്രാവശ്യം സാറ് ഡാൻസ് ഏരിയ കൊണ്ടുവന്നല്ലോ. അവളെ ഇന്നലെ ഇതേ മുറിയിൽ അപ്പു സാറ് കൊണ്ടുവന്നിരുന്നു. താൻ മിണ്ടായിരുന്നേ, താൻ വിളിച്ചിട്ടു. നിനക്ക് ഇതൊക്കെ പിഴിഞ്ഞ് ഉണക്കായിട്ടൂടായിരുന്നു? വേണമെന്നില്ല. വാച്ചർ പറഞ്ഞത് മുഴുവനും ഞാൻ കേട്ടു. ഞാൻ പോവാണ്. സാവിത്രി, നീ പോരെന്നാ പറഞ്ഞേ? ഞാൻ പോകും. നിന്നെ എന്നെ കൊടുത്തില്ല. ഞാൻ അറിഞ്ഞില്ല. നീ ഇവിടുന്ന് എന്റെ രക്ഷപ്പെടാൻ പറയുന്നേട്ടോ. നീ പോവല്ലേ? സാവിത്രി, നിന്നെ ഇപ്പൊ എനിക്ക് എന്ത് വേണം ചെയ്യാം. പക്ഷെ ഞാനത് ചെയ്യില്ല. നിന്റെ അനുവാദം ഇല്ലാതെ നിന്റെ ശരീരത്തെ ഞാൻ തൊടില്ല. നിന്നെ ഞാൻ അത്രമാത്രം സ്നേഹിക്കുന്നു സാവിത്രി. സാവിത്രി, സാവിത്രിയെ കണ്ട നിമിഷം മുതൽ ഞാൻ മറ്റൊരു പെണ്ണിനെ കുറിച്ച് ചിന്തിച്ചിട്ടില്ല, മുഖത്ത് നോക്കിയിട്ടില്ല. നിന്നെ പോലെ പരിശുദ്ധിയും സുന്ദരിയുമായ ഒരു പെണ്ണിന്റെ ഭർത്താവാനുള്ള യോഗ്യത എനിക്കില്ലായിരിക്കും. പോട്ടെ. സാവിത്രിക്ക് അറിയാമോ സ്നേഹത്തിന് വേണ്ടിയുള്ള ദാഹം, അതിന്റെ വേദന, അത് ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്നവനാണ് ഞാൻ. സാവിത്രി, ഞാൻ സാവിത്രിയെ വിവാഹം കഴിച്ചോട്ടെ? എനിക്ക് ഒരു ജീവിതം തരില്ലേ? നമുക്കും നമ്മുടെ കുഞ്ഞുങ്ങൾക്കും ഒരു കുടുംബമായിട്ട് ജീവിക്കാം. സാവിത്രി, നമ്മൾ ഒരുമിച്ച് വീട്ടിലേക്ക് പോകണ്ട. അമ്മയ്ക്ക് എന്തെങ്കിലും സംശയം തോന്നിയാലോ? ഇതാ ഇപ്പൊ ഒരു ബസ്സുണ്ട്. ഞാൻ സാവിത്രിയെ ബസ് സ്റ്റാൻഡിൽ വിടാം. അതാ നല്ലത്. ഉച്ച കഴിഞ്ഞ് ഞാനങ്ങെത്താം. വരൂ. വെല്ലിന്ന് തന്നതാ. പണം വേണമല്ലേ? നാളെ തരാം. ശിവരാമ, ഒന്ന് വരൂ. എന്താ വേണ്ടേ? ഇതിന്റെ പുറത്ത് അതൊന്ന് ഒന്നെടുത്തു തരൂ. എന്താ വച്ചമ്മേ? അല്ലെങ്കിൽ വേണ്ട, ഞാൻ എടുത്തോളാം. ഇതൊന്ന് പിടിച്ചു തരൂ.
ഞാൻ പോകും. നടി എന്തിനാടി ഇത്രയും വില കൂടിയതൊക്കെ മേടിച്ചത്? അവൾ എടുത്തോട്ടമ്മേ, ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോകുന്നല്ലേ. അമ്മയ്ക്ക് എണ്ണ കടമൊക്കെ കൊടുത്തു വീട്ടിട്ട് ബാക്കിക്ക് അരി എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചു വെച്ചേക്ക്, അല്ലെങ്കിൽ അച്ഛൻ കൊണ്ട് കുടിച്ചു കളയും. ഇപ്പൊ അച്ഛന് കുടിയില്ല പിടിയില്ല. മോള് പോയതിന് ശേഷം പണ്ടത്തെ പിന്നത്തെ ദാരിദ്ര്യം. അച്ഛനൊന്നും ഇല്ലടി മോളെ. ഒരു ₹2 ആടി കള്ളു കുടിക്കാണ്ട് വാ കഴിക്കുന്നു. അച്ഛൻ കള്ളു ഷാപ്പിലേക്കുള്ള വഴി മറന്നതായിരുന്നു. സാവിത്രി, നീ എപ്പോഴാ പോകുന്നത്? നാളെ രാവിലെ പോണം. എന്താ പറ്റുന്നേ? കൊച്ചമ്മേ, ഇവിടെ ഇപ്പോ എനിക്ക് എന്നെ പിടിച്ചു നിർത്താൻ കഴിഞ്ഞത് എത്ര നന്നായി. ശിവരാമ, ഞാനൊരു സ്ത്രീയാണ്. എന്റെ ഭർത്താവിന് സുഖമില്ല. അദ്ദേഹത്തിന് ഒന്നിനും വയ്യ. പെണ്ണുങ്ങൾക്ക് അവരുടെ ദൈവം ഭർത്താവാണ് കൊച്ചമ്മേ. ഞാനിവിടെ ജോലി ചെയ്ത് അദ്ദേഹം തരുന്ന പണം കൊണ്ടുകൂടിയാണ് ഞാൻ ജീവിക്കുന്നത്. ഉണ്ണുന്ന ചോറിന് ഒരിക്കലും ഞാൻ നന്ദിയോട് കാണിക്കില്ല. കൊച്ചമ്മേ, ഇനി ഒരിക്കലും ഞാൻ ഇങ്ങോട്ട് വരില്ല. ഞാൻ പോകുന്നു. അയ്യോ, എന്തു പറ്റി? സാവിത്രി, മോളെ, സാവിത്രി! അയ്യോ, ഈ മരുന്ന് വാങ്ങിച്ചു കൊടുക്കൂ. പേടിക്കാനൊന്നുമില്ല. സാവിത്രി ഗർഭിണിയാണ്. എടി, ആരാടി കരയുന്നു? ഇതിന്റെ ആളാരെന്നാ ചോദിച്ചത്? നിന്റെ തന്തയും തള്ളിയും ഒന്ന് ചോദിക്കുമ്പോ ഞാൻ എന്ത് സമാധാനം പറയും? പറയടി, ആരായത്? നീ പറയില്ല ആരാന്ന്. നീ പറഞ്ഞില്ലെങ്കിൽ നിന്നെ ചവിട്ടി കൊന്ന് കുഴിച്ചുകൂടെ അവിടെ പറഞ്ഞേക്കാം. പറയടി ആരാണ്? അമ്മയുടെ മോനാണ്. ഞാൻ നിന്നെ എന്റെ മോളെ പോലെയാണ് കരുതിയിരുന്നത്. ആ നീ എന്നോടിത് കാണിച്ചല്ലോടി. നല്ലവളാണെന്ന് വിചാരിച്ചാണ് നിന്നെ ഈ കുടുംബത്തിൽ ഞാൻ കയറ്റിയത്. എന്റെ കുടുംബത്തിന്റെ അന്തസ്സ് നീ തകർത്തതാണല്ലോടി. ഇതിനേക്കാൾ എനിക്കല്പം വിഷം തന്നെ കൊന്നിട്ട് എന്റെ വീട്ടിൽ നിനക്കിത് ചെയ്യാമായിരുന്നു. എന്റെ പൊന്നുമോളെ, നിങ്ങൾക്കൊക്കെ സഹായമല്ലാതെ ഈ അമ്മ വേറെ ഒന്നും ചെയ്തിട്ടില്ല. ആ എന്നോടിത് വേണം. എടാ, അവിടെ നില്ല. നീ എന്റെ മോനാണോടാ? എന്താടാ ഈ കാണിച്ചത്? എന്താ അമ്മേ? എന്താ? എന്താണെന്നോ നിനക്കൊന്നും അറിഞ്ഞൂടെ?
അല്ലേ? എടാ, ഇവളെ നിനക്കറിയാമോ? ഇവിടുത്തെ വേലക്കാരി പെണ്ണ്, ഇവളുടെ കുഞ്ഞിന്റെ അച്ഛൻ നീയാണെന്നാണ് ഇവൾ പറയുന്നത്. വാസ്തവണോടാ? ആണെങ്കിൽ ഈ നിമിഷം ഇവളെയും കൊണ്ട് ഈ പടിയിറങ്ങണം. അതാണ് ശരി. നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് വേണം ജീവിക്കാൻ. എടാ, നിനക്ക് ഈ കുടുംബത്തിന്റെ അന്തസ്സിനെ കുറിച്ച് ചിന്തിക്കാനുള്ള വകതില്ലാതെ പോയല്ലോടാ. ഇറങ്ങണ അവളെയും കൊണ്ട്. അയ്യോ അമ്മ, ഞാനിതൊന്നും അറിഞ്ഞതല്ല. എനിക്കിതൊന്നും അറിഞ്ഞുകൂടാ. അമ്മ ആരോ തെറ്റിദ്ധരിപ്പിച്ചതാ. ഇവള് തന്നെയാണോ പറഞ്ഞത്? എടി, സത്യം പറ, ഇവനാണോ? അയ്യോ, അമ്മയുടെ ഈ മോൻ തന്നെയാണ്. എന്റെ ജീവിതം നശിപ്പിക്കരുത്, എന്നെ രക്ഷിക്കണം. എനിക്ക് വേറെ ആരുമില്ല. സാവിത്രി, നീ എന്താണ് ഈ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. നിന്നെ ഞാനോ? നിനക്ക് എവിടുന്ന ഒരു അബദ്ധം പറ്റി? ആരോ നിന്നെ ചായച്ചു? ആരാ പറ. അവനെ കൊണ്ട് നിന്നെ ഞാൻ വിവാഹം കഴിപ്പിക്കാം. നീ വെറുതെ എന്തിനാ എന്റെ പേര് പറയുന്നത്? പാവം അമ്മയോട് അത് വിശ്വസിച്ചു. സാവിത്രി, നിന്നെ ഞാൻ ഇങ്ങനെയല്ല കരുതിയത്. അമ്മയ്ക്ക് ഇത് വരണം. പിടിച്ചു നിർത്തിക്ക് ഓരോ നിന്നെ മോളെന്ന് പറഞ്ഞോണ്ട് ഇപ്പൊ ചീത്ത പേര് എനിക്കായി. മതിയായല്ലോ. ഒന്നും പറയണ്ട പച്ചമ്മേ, ഇതിങ്ങനൊക്കെ സ്വഭാവമായത്. ഏതെങ്കിലും കൊള്ളാവുന്ന വീട്ടിൽ കയറി വിലക്ക് നിൽക്കുക, എവിടെയെങ്കിലും പോയി ഇതുപോലെ ഒന്ന് സമ്പാദിച്ചു വരിക, എന്നിട്ട് തറവാട്ടിൽ പറഞ്ഞ പിള്ളേരെ തലയെ കെട്ടിവെക്കുക. സ്വത്തിനവകാശിയായല്ലോ. എടോ, താൻ ഒന്നും പറയണ്ട. അമ്മയ്ക്ക് ഇപ്പൊ ഇവളെ വിശ്വാസം. അമ്മ ഒരു കാര്യം ചെയ്യും, ഇവളെ പിടിച്ച് മരുമകളാക്കി ഇവിടെ ഇരുത്തിക്കോ. വല്ലവന്റെ കൊച്ചിനെ എനിക്ക് വയ്യ. ഞാൻ താ പോവാ. എടി, പറഞ്ഞത് കേട്ടില്ലേ? എന്റെ മോനെ ഞാൻ അങ്ങനെയല്ല പഠിപ്പിച്ചത്, അങ്ങനെയല്ല വളർത്തിയത്. എന്റെ മോനെ കുറിച്ച് വേണ്ടാതീനം പറയുന്നു. ഇറങ്ങണി പുറത്ത്. ഇല്ലമ്മേ, ഞാൻ പോവില്ല. അമ്മ എന്നെ പറഞ്ഞു വിടരുത്. ഞാൻ എങ്ങോട്ട് പോകും? ഞാൻ ഇവിടെ കിടന്ന് മരിച്ചോളാം. അമ്മ എന്നെ കൊന്നുകളാം. ഞാൻ പോവില്ല അമ്മേ. എന്നെ ഉപേക്ഷിക്കരുത്, എന്നെ ഉപേക്ഷിക്കരുത്. പിള്ളേ, ഇവിടെ അയച്ചേക്കൂ. ഞാൻ പോയില്ല. നീ പോകത്തില്ലേ? എന്നെ ഉപേക്ഷിക്കരുത്. അയ്യോ, ഇല്ല, ഞാൻ പോവില്ല. ഞാൻ പോവില്ല. എനിക്ക്